الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فعن معاذ رضي الله عنه قال: أوصاني رسول الله صلى الله عليه وسلم بعشر كلمات، قال: لا تشرك بالله شيئا وإن قتلت وحرقت، ولا تعق والديك وإن أمراك أن تخرج من أهلك ومالك، ولا تتركن صلاة مكتوبة متعمدا، فإن من ترك صلاة مكتوبة متعمدا فقد برئت منه ذمة الله. ولا تشربن خمرا فإنه رأس كل فاحشة، وإياك والمعصية فإن بالمعصية حل سخط الله، وإياك والفرار من الزحف وإن هلك الناس، وإذا أصاب الناس موت وأنت فيهم فاثبت، وأنفق على عيالك من طولك، ولا ترفع عنهم عصاك أدبا وأخفهم في الله. رواه الإمام أحمد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈറുള്ളതാക്കി തരട്ടെ. വിഷമകരമായ അവസ്ഥകളിൽ നിന്നെല്ലാം അല്ലാഹു നമുക്ക് അവൻ കാവല് തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരു മുസ്ലിം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, പുലർത്തേണ്ടുന്ന 10 ഉപദേശങ്ങൾ ഒരു വേളയിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സഹപ്രവർത്തകരും ഇഷ്ടത്തോഴരുമായ മുആദ് റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തെയും നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്ത്. മുആദ് തങ്ങളെ പല നാടുകളിലേക്കും തിരുനബി തൻ്റെ പ്രതിനിധിയായി അയച്ചിട്ടുള്ള സ്വഹാബിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതുപോലെ മുആദ് തങ്ങൾ പറയാണ്, തിരുനബി 10 കാര്യങ്ങൾ എനിക്ക് വസിയത്തായിട്ട് പറഞ്ഞു. വസിയത്ത് പറയാന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് ചെയ്യൽ അനിവാര്യമായിട്ടുള്ള ഉപദേശങ്ങളാണ് വസിയത്ത്. ഒരാൾ മരിക്കാൻ നേരത്തെ വസിയത്ത് പറയും, ഇന്നൊക്കെ ചെയ്യണം, ഇന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അനന്തരാവകാശികൾ ആ മരിച്ചയാളുടെ മരണവേളയിൽ മരണത്തിന് തൊട്ടു മുമ്പായിട്ടുള്ള വസിയത്ത് പാലിക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ മരിച്ചയാളോട് ചെയ്യേണ്ട, പുലർത്തേണ്ടുന്ന കടപ്പാടുകളിൽ പ്രധാനപ്പെട്ടത് അയാളുടെ വസിയത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത്ര പ്രാധാന്യമാണ് വസിയത്ത്. ഇവിടെ അല്ലാഹുവിൻ്റെ ദൂതർ തൻ്റെ ശിഷ്യനോട് വസിയത്തായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത്ര വളരെ മഹത്വമുള്ള കാര്യം. എന്താണത്? 10 കാര്യങ്ങളാണ്. ലാ തുശ്രിക് ബില്ലാഹി ശൈആ, അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അല്ലാഹു ഒരുത്തനേ ഉള്ളൂ. ആ ഒരുത്തന് പങ്കാളിയായിട്ട് ഓന്റെ പ്രവർത്തനത്തിൽ പങ്കാളിത്തം ഉള്ള വേറാള് ഇല്ല. ഇൻ ഖുതിൽത വഹുരിഖത, നീ കൊല്ലപ്പെടുന്ന സാഹചര്യം വന്നാലും, തീയിലിട്ട് ചുടപ്പെടുന്ന സാഹചര്യം വന്നാൽ പോലും ശിർക്ക് ചെയ്യാൻ പാടില്ല. പണ്ട് കാലത്തൊക്കെ ഏകദൈവ വിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ പീഡിപ്പിച്ച കഥകളുണ്ട്, ചരിത്രമുണ്ട്. ബഹുദൈവ ആരാധന നടത്താൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ട്. ഇന്നും സുബഹി നിസ്കാരത്തിൽ നിങ്ങൾ ഓതിക്കേട്ട സൂറത്തിൽ അതിന്റെ പരാമർശമുണ്ട്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫഅലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. സത്യവിശ്വാസികളെ നശിപ്പിക്കാൻ വേണ്ടി പിന്തിരിയാൻ ആവശ്യപ്പെട്ടിട്ട് സമ്മതിക്കാത്തതിന്റെ പേരിൽ അഗ്നികുണ്ഡം തീർത്ത് അതിലേക്ക് എടുത്തിട്ടിട്ട് അതിൽ വെന്ത് കരിയുന്നത് കണ്ട് ആസ്വദിക്കുകയാണ് അവിശ്വാസികൾ. അങ്ങനത്തെ ചരിത്രം കഴിഞ്ഞു പോയിട്ട് തിരുനബി പറയുന്ന, മോനെ, തീയിലിട്ട് കരിച്ചാലും കൊല്ലപ്പെട്ടു പോയാലും ശിർക്ക് ചെയ്യരുത്, അതിന് വഴങ്ങി കൊടുക്കരുത്. വലാ തഉഖ വാലിദൈക, മാതാപിതാക്കൾക്ക് എതിര് പ്രവർത്തിക്കരുത്. വഇൻ അമറാക, അവർ നിന്നോട് കൽപ്പിച്ചാൽ പോലും, അൻ തഖ്റുജ മിൻ അഹ്ലിക വമാലിക, നിന്റെ കെട്ടിയോളെ വിട്ടൊഴിയാൻ ആവശ്യപ്പെട്ടാൽ പോലും, നിന്റെ സ്വത്തുക്കൾ കൈയൊഴിയാൻ ആവശ്യപ്പെട്ടാൽ പോലും മാതാപിതാക്കൾക്ക് എതിര് പ്രവർത്തിക്കരുത്, പറയുന്നത് അനുസരിക്കണം.
വലാ തത്റുകന്ന സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദ, മനഃപൂർവ്വം ഒരു ഫർദ് നിസ്കാരം ഒഴിവാക്കരുത്. മറന്നിട്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം, പക്ഷെ മനഃപൂർവ്വം ഒരു വഖ്ത് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്, ഒഴിവാക്കരുത്. ഫഇന്ന മൻ തറക സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദ, മനഃപൂർവ്വം ഒരു വഖ്ത് ഫർദ് നിസ്കാരം ഒരുത്തൻ ഉപേക്ഷിച്ചാൽ ഫഖദ് ബരിഅത മിൻ ദിമ്മത്തുല്ലാഹ്, ഓൻക്ക് പിന്നെ അള്ളാന്റെ ഗ്യാരണ്ടി ഇല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ആ സമയത്തുണ്ടായിരുന്ന അലയൊലി എന്തായിരുന്നു? പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി. അപ്പൊ ഇപ്പുറത്ത് പ്രതിപക്ഷത്തിന്റെ 10 ഗ്യാരണ്ടി, ഇപ്പുറത്ത് ഓൻ 5 ഗ്യാരണ്ടി വെച്ചപ്പോ ഇപ്പുറത്ത് 10 ഗ്യാരണ്ടി. ഗ്യാരണ്ടിയുടെ കാലമാണ്. അള്ളാഹുവിന്റെ തിരുദൂതര് പറയാ, മനഃപൂർവ്വം ഒരു വഖ്ത് നിസ്കാരം നീ ഉപേക്ഷിച്ചാൽ അള്ളാഹുവിന്റെ ഗ്യാരണ്ടി നിനക്ക് നഷ്ടപ്പെട്ടു. പിന്നെ പടച്ചോന്റെ അടുത്ത് ഈ ഓഫറുകളൊന്നും നിനക്ക് ഉണ്ടാകൂല. വലാ തശ്റബന്ന ഖംറൻ, അടുത്തത് നീ കള്ളു കുടിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, മദ്യപിക്കരുത്. ഫഇന്നഹു റഅസു കുല്ലി ഫാഹിഷ, എല്ലാ നീചകൃത്യങ്ങളുടെയും ഹെഡാണ് മദ്യം. എല്ലാ വേണ്ടാവൃത്തികൾ, എല്ലാ തോന്നിവാസങ്ങൾ, എല്ലാ നികൃഷ്ടവും നീചവുമായ പ്രവൃത്തികൾ, ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഹെഡ്, തലയായി പ്രവർത്തിക്കുന്ന ഒരു ദൂഷ്യമാണ് മദ്യം. മദ്യം ഉപയോഗിച്ചാൽ മറ്റേത് തെറ്റും തമ്മാടിത്തരവും ചെയ്യാൻ അവന് സാധിക്കുന്നു, അവനത് ചെയ്യുകയും ചെയ്യും. അപ്പൊ കാരണക്കാരൻ ഇതാണ്. അപ്പൊ ഇത് ഉപേക്ഷിച്ചാൽ ഒരുപാട് തെറ്റ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെടാൻ കഴിയും. അള്ളാഹുവിനെ ധിക്കാരം പ്രവർത്തിക്കുന്നത് ഉപേക്ഷിക്കണം. അള്ളാഹ് കൽപ്പിച്ചതിന് എതിരി പഠിച്ചോൻ ഇങ്ങനെയാ പറഞ്ഞ, ഞാൻ ഇങ്ങനെയാ ചെയ്യാം, ഈ രൂപത്തിൽ ചെയ്താൽ അള്ളാന്റെ കോപം ഇറങ്ങും. ആ മനുഷ്യനിൽ, അവന്റെ കുടുംബത്തിൽ, അവന്റെ മക്കളിൽ, അവന്റെ സ്വത്തിൽ, അവന്റെ കച്ചവടത്തിൽ ഒക്കെ അള്ളാന്റെ കോപം ഇറങ്ങും. കോപം ഇറങ്ങിയാൽ ഇതൊന്നും ഗുരുത്തം പിടിക്കൂല എന്നാണ്. ഓനും ചിലപ്പോ എന്താവും, കഷ്ടപ്പാടും ദുരിതവും വലിയ മാരക രോഗവും വന്നിട്ട് അങ്ങോട്ട് ചത്തുപോകും. കുടുംബവും നശിക്കും, സ്വത്തും നശിക്കും. ഇങ്ങനെ അള്ളാന്റെ കോപം ഇറങ്ങിപ്പോകും. എന്തിന്? അള്ളാഹുവിന്റെ ധിക്കാരം പ്രവർത്തിച്ചാൽ. അള്ളാഹ് കൽപ്പിച്ചത് ഇതാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇതാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ എതിര് പ്രവർത്തിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ശത്രുക്കളുമായി പടപൊരുതുന്ന സാഹചര്യം, യുദ്ധ സാഹചര്യം, ആ യുദ്ധ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടുന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പിന്തിരിഞ്ഞോടുക, ശക്തി നഷ്ടപ്പെട്ടു പോകുക. അപ്പൊ നമ്മൾ പേടിച്ചങ്ങോട്ട് ഓടിയാൽ കുറച്ചാൾ മാത്രമായാലും അവരെന്താവും, കൊല്ലപ്പെടും. നമ്മൾ മരിക്കുന്നു പേടിച്ചിട്ടാ പായുന്നത്. പറഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ളവരെന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഒന്നിച്ചിരുന്ന് പോരാടണം. ജനങ്ങളൊക്കെ തകർന്നാലും പിന്തിരിഞ്ഞോടാൻ പാടില്ല. അടുത്തത് ഒരു നാട്ടിൽ വ്യാപകമായിട്ട് മരണം പിടിപെട്ടു. നേരത്തെ ഉണ്ടായിരുന്ന കൊറോണ പോലെയുള്ള അനുഭവം, പണ്ട് അതിന്റെ മുമ്പ് വസൂരി, പ്ലാഗ് ഒക്കെ പിടിപെട്ടിട്ട് കൂട്ടമരണം, ഓർഡർ മരണം, അടുത്ത പുരയിലും മരണം, ഇപ്പുറത്തും മരണം, ഇങ്ങനെ മരണങ്ങൾ സംഭവിക്കും. കണ്ടോ, തിരുദൂതര് പറയാൻ ഇതൊക്കെ റബ്ബ് തആല ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വെച്ചിട്ടുള്ള വ്യവസ്ഥയാണ്. ചിലപ്പോഴൊക്കെ ഒന്നായിട്ട് കൂട്ടമരണം വരും, ചിലപ്പോൾ പ്രളയം ഉണ്ടാവും, ചിലപ്പോൾ ആപത്ത് വേറുള്ളതുണ്ടാവും. അങ്ങനെ കൂട്ടമരണം, ഇതൊക്കെ പടച്ചോൻ ഈ ദുനിയാവിൽ വെച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. എന്നാൽ ആ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായും മരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോ നീ ആ നാട്ടിലുണ്ടെങ്കിൽ ഈമാൻ ഉറപ്പിച്ച് അവിടെ തന്നെ നിന്നോളണം. ഈമാൻ ഉറപ്പിച്ച് അവിടെ തന്നെ നാട് വിട്ട് പായാ നിൽക്കണ്ട. പാഞ്ഞിട്ട് കാര്യമില്ല. മരണം പടച്ചോ കണക്കാക്കി നീ അടുത്തിലേക്ക് ഇസ്രായേലിലെത്തും. പിന്നെ ആ പായുന്നത് കൊണ്ട് അർത്ഥമല്ല. അപ്പൊ അതുകൊണ്ട് ഒരു നാട്ടിൽ മരണം പിടിപെട്ടാൽ നീ അവിടെ തന്നെ ഉറച്ചു നിൽക്കണം. അടുത്തത് ഏഴാമത്തത് നീ അധ്വാനിച്ചുണ്ടാക്കുക, സമ്പാദിക്കുക. ആ സമ്പാദ്യത്തിൽ നിന്ന് നിന്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും ചെലവിന് കൊടുക്കുക. അതൊരു വലിയൊരു പുണ്യകർമ്മമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന അധ്വാനത്തിൽ നിന്ന് മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനൊക്കെ ചെലവിന് കൊടുക്കുക എന്നല്ല, അവർക്ക് മതിയായത് കൊടുക്കുക. ചില ആളുകളൊക്കെ റേഷൻ അരി വാങ്ങി മാത്രം കൊടുക്കും, അല്ലെങ്കിൽ കടയിൽ അരി മാത്രം വാങ്ങിക്കൊടുക്കും, കൂട്ടാൻ സാധനം വാങ്ങിക്കൊടുക്കൂല.
ഇങ്ങനെയൊക്കെയുള്ള പിശുക്കത്തരം കാണിക്കുന്ന ചില ആളുകളുടെ പറ്റില്ല. നീ നിന്റെ ഉണ്ടാക്കിയ സ്വത്തിൽ നിന്ന് നിന്റെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ ചെലവിന് ആവശ്യമായത് കൊടുക്കുക. ഒമ്പതാമത്തത്, നിന്റെ ഭാര്യയും മക്കളെയും മര്യാദ പഠിപ്പിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകരുത്. അവരെ മര്യാദ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം, പറഞ്ഞു കൊടുത്തോണ്ട് അത് ചെയ്യരുത്, നമ്മൾ ഇത് ചെയ്യരുത്, അത് നമുക്ക് നാണക്കേടാവും, അത് നമുക്ക് തലവേദനയാവും, ഇത് നമുക്ക് ആളുകളുടെ ഇടയിൽ മോശമാണ്, പടച്ചോന് പൊരുത്തപ്പെടൂല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മര്യാദ പഠിപ്പിക്കൽ. മക്കളും ഭാര്യയും ഒക്കെ വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ അവരെയൊക്കെ മര്യാദ പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കുക. അവരെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മളെന്താവണം? മര്യാദ ഉള്ളവനാകണം. അപ്പൊ നമ്മൾ സ്റ്റഡിയഡായിട്ട് ജീവിക്കുക, ഭാര്യയും കുടുംബത്തെയും സ്റ്റഡിയാക്കുക. ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പത്താമത് തിരുദൂതർ പറഞ്ഞത്, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഭാര്യയും കുടുംബത്തെയും മക്കളെയൊക്കെ പേടിപ്പിക്കണം, റബ്ബിന്റെ കാര്യത്തിൽ പേടിയുള്ളവരാക്കണം. ഇന്നത്തെ കാലത്ത് പേടി തീരെ ഇല്ലാത്തത് പടച്ചോനെയാണ്. അതുകൊണ്ടാണ് വ്യാപകമായി അനിസ്ലാമികമായിട്ടുള്ള പ്രവർത്തനം വരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കാര്യത്തിൽ അവരെ ഭയപ്പെടുത്തണം. അങ്ങനെ ചെയ്യരുത്, പടച്ചോന്റെ അദാബുണ്ടാകും, അള്ളാഹ് നരകത്തിലിട്ട് ശിക്ഷിച്ചളയും, അത് നമ്മൾ ചെയ്യരുത്. മക്കളെയും ഭാര്യയും ഒക്കെ ആ നിലക്ക് ഉപദേശിക്കണം. അതിന് ഉപദേശിക്കാനുള്ള അർഹതയോടുകൂടി നമ്മളും ജീവിക്കണം. ഇത് ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതം, വ്യക്തിപരമായ ജീവിതം, കുടുംബജീവിതം എല്ലാം നന്നായി തീരാനും മരിച്ച ആഖിറത്തിലേക്ക് എത്തിയാൽ അല്ലാഹുവിങ്കൽ രക്ഷപ്പെടാനുമുള്ള മതിയായ ഉപദേശങ്ങളാണ് 10. വിശദീകരിച്ചു പറയാൻ നേരമില്ലാത്തത് കൊണ്ട്, നമ്മളെ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഒറ്റവാക്കിൽ മാത്രം പറഞ്ഞതാണ്. ബുദ്ധിയുള്ളവർക്ക് അത് തന്നെ ധാരാളം മതി. അല്ലാഹുവേ, നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈറ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും കൂട്ടുജീവിതവും എല്ലാം നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ നീ ശുദ്ധീകരിക്കണം റഹ്മാനെ. നിനക്ക് പൊരുത്തമുള്ള അടിയാറുകളായി ജീവിപ്പിച്ച് നിന്റെ പൊരുത്തത്തിലുള്ള മരണം തന്ന് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെയും കൂട്ടിച്ചേർത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.